ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഈ കാണുന്ന വീടിൻ്റെ ഉള്ളിലെ കോമൺ ബാത്റൂം പൊളിച്ചിട്ട് വീടിൻ്റെ ഉള്ളിലേക്ക് സൗകര്യം ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഞങ്ങൾ ഇന്ന് വീഡിയോയിലൂടെ കാണിക്കുന്നത്. പിന്നെ ഈ കാണുന്നതാണ് വീടിൻ്റെ കോമൺ ബാത്റൂം. അതുപോലെ ഈ ചാരികാണ്ട് നിൽക്കുന്ന ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ബെഡ്റൂം ഒന്നല്ല, ഇത് വീട്ടിലുണ്ടായിരുന്ന ഫ്രിഡ്ജൊക്കെ വെക്കുന്ന ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഏരിയയാണ്. അതായത് വീടിൻ്റെ ഡൈനിങ് ഹാളിൽ സോഫ കൊണ്ടുപോയിട്ട് കണ്ട് ആ ഒരു ഏരിയ സിറ്റിംഗ് റൂമാക്കി മാറ്റിയിട്ട് ഡൈനിങ് ഹാളിലെ ടേബിൾ ഈ ഏരിയയിലേക്ക് കൊണ്ടുവന്നിടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ബാത്റൂമും കൂടെ പൊളിക്കുന്നത്. അതായത് ബാത്റൂം പൊളിച്ച് കഴിഞ്ഞാൽ ഈ ഏരിയയിൽ നല്ല സൗകര്യം ഉണ്ടാവും. അപ്പം ബാത്റൂം പൊളിക്കുന്നത് ഇപ്പോൾ കാണിച്ചു തരാം. ഈ ബാത്റൂമിൻ്റെ ഉള്ളിലൊക്കെ നോക്കുകയാണെങ്കിൽ പഴയ കാലത്ത് ചെറിയ ടൈൽസൊക്കെ ഇട്ടിട്ടുള്ളത്. പിന്നെ ഇതുപോലെ നമ്മൾ ടൈൽസ് ഈ വീടിൻ്റെ ഫ്ലോറിലൊക്കെ ഫുള്ളായിട്ട് ടൈൽസ് ഒട്ടിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ടൈൽസ് ഒട്ടിച്ച ഏരിയകളിൽ ചുമര് പൊളിക്കുക അങ്ങനത്തെ വർക്കൊക്കെ ചെയ്യുമ്പം ഫ്ലോറിൽ എന്തായാലും നമ്മൾ എന്ത് ചെയ്യുക, ചാക്ക് ഇടുക, അല്ലെങ്കിൽ പ്ലൈവുഡിൻ്റെ ഷീറ്റുകൾ നമുക്ക് ഫ്ലോറ് സ്ക്രാച്ച് വരാതൊക്കെ ഉള്ള കോലത്തിൽ എന്തെങ്കിലുമൊക്കെ ഫ്ലോറിൽ ഇട്ടതിന് ശേഷം മാത്രമേ നമ്മൾ ഇതേപോലത്തെ പൊടികളൊക്കെ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഈ സൈറ്റിൽ ഫുള്ളായിട്ട് ചാക്ക് ഇട്ടിട്ട് അതിൻ്റെ മുകളിലൊക്കെ ഒരു ഷീറ്റൊക്കെ വിരിച്ച് ഫുൾ സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന മൂലയിലായിട്ട് ഒരു വാഷ് സ്പേസ് ഉണ്ട്. അപ്പോൾ ഈ വാഷ് സ്പേസ് കറക്റ്റ് ക്ലയൻറ്റിന്, അതായത് പാർട്ടിക്ക് കറക്റ്റ് പൊട്ടാതെ കിട്ടണം എന്നുള്ളൊരു പൊട്ടാതെ കിട്ടണമെന്ന് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ആ വാഷ് സ്പേസ് കറക്റ്റ് പൊട്ടാതെ തന്നെ എടുത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ബാത്റൂമിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് കോൺക്രീറ്റ് സീലിംഗ് ആണ്. അപ്പം അത് പൊളിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള വർക്കൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് പൊളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിതാ ഒരു ആമർ എടുത്തിട്ടാണ് പൊളിക്കുന്നത്. മെഷീനൊന്നും ഉപയോഗിക്കണില്ല. നമുക്ക് വേണമെങ്കിൽ, അതായത് ഇതിപ്പോൾ റൂമിൻ്റെ ഉള്ളിലേക്ക് വരുന്ന അട്ടാണ്. അട്ടങ്ങൾ ഇതുപോലെ ഒരുപാട് വീടുകളിൽ നമുക്ക് കാണാൻ കഴിയും, അട്ടങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ അട്ടൊന്ന് 4 ഇഞ്ച് കനത്തിലൊന്നും അട്ടം കോൺക്രീറ്റ് ചെയ്യൂല. അപ്പോൾ 2 ഇഞ്ച് കനമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഇതുപോലെ ഒരു ആമർ വാടകയ്ക്ക് എടുത്താൽ വല്ല ഇരുന്ന് കണ്ട് ഇങ്ങനെ പൊട്ടിക്കാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടുത്തെ ഒരു റിസ്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആമർ ഓവർ വെയിറ്റ് ഇട്ടുകാണ്ട് അടിക്കാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ മുകളിൽ മെയിൻ സ്ലേവ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ വലിയ വെയിറ്റ് ഇടാത്ത കോലത്തിൽ അതിങ്ങനെ അടിച്ച് ആ പാസേജത്തെ ഏരിയ മൊത്തമായിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിതാ മെഷീന്, അവിടെ ഒരു മെഷീൻ വെച്ചാൽ എന്തിനാ അറിയാം, നമ്മൾ ജനാല കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മെഷീൻ ഏതായാലും കൊണ്ടുവന്നിട്ടുണ്ട്, ചുമര് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടൊരു വരട്ടതാണ്. പിന്നെ നമ്മൾ ഈ കോൺക്രീറ്റ് കട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ കോൺക്രീറ്റ് അടിച്ച് പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ 2 ഇഞ്ചിൻ്റെ സ്ലേവുകളൊന്നും പ്രശ്നമുള്ള കാര്യമില്ല. പക്ഷേ ഈ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരുന്ന കമ്പികൾ നമ്മൾ ഒരിക്കലും സാധാ കമ്പിൻ്റെ ബ്ലേഡ് ഇട്ടുകാണ്ട് ഈ എയിമില്ലാത്ത ആൾക്കാർ ഹാൻഡ് കട്ടർ ഉപയോഗിക്കരുത്. കാരണം എയിമില്ലാത്ത ആൾക്കാർ ഈ കമ്പി കട്ട് ചെയ്യുന്ന ബ്ലേഡ് ഇട്ടുകാണ്ട് ഈ കമ്പി ഓരോന്ന് ഇതിൻ്റെ മുകളിലൊക്കെ കയറി കട്ട് ചെയ്യുന്ന സമയത്ത് ബ്ലേഡ് പൊട്ടിത്തെറിക്കും. അപ്പോൾ നിങ്ങളെന്താ വേണ്ടി വെച്ചാൽ നമുക്ക് ടൈൽസ് കട്ട് ചെയ്യുന്ന ബ്ലേഡ് കടയിൽ വാങ്ങാൻ കിട്ടും. 110 ഉറുപ്പ്യ ഉള്ളൂ. ആ 110 ഉറുപ്പ്യൻ്റെ ടൈൽസ് കട്ട് ചെയ്യണ നൈസ് ബ്ലേഡ് വാങ്ങിയിട്ട് അത് ഹാൻഡ് കട്ടറിന് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 8mm 6mm 10ൻ്റെ കമ്പിയൊക്കെ സിമ്പിളാക്കി കട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് അപകടങ്ങളും കുറഞ്ഞ് കിട്ടും. അപ്പോൾ എയിമില്ലാത്തവർ ഹാൻഡ് കട്ടർ ഉപയോഗിക്കുന്ന സമയത്ത് ആ ബ്ലേഡ് ഉപയോഗിക്കുക. ഇപ്പം എന്തൊക്കെയാണ്, നമ്മൾ സീലിങ്ങിലെ കോൺക്രീറ്റൊക്കെ ഫുള്ളായിട്ട് പൊളിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, നമുക്ക് ഇനി ഈ കാണുന്ന ഫ്രണ്ടിലെ ഒരു എൽ ഷേപ്പ് ചുമര് പൊളിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ ഇങ്ങനെ ഇപ്പോൾ നമുക്ക് ഓപ്പൺ ആയിട്ടുള്ള ചുമരുകളൊക്കെ കറക്റ്റ് ഇതിൻ്റെ ചുമരിൻ്റെ മുകളിൽ കയറിയിട്ട് തന്നെ ഒന്നില്ലെങ്കിൽ ആമർ കൊണ്ടോ അല്ലെങ്കിൽ വിക്കാസൊക്കെ ഉപയോഗിച്ചിട്ട് ഓരോ കല്ലുകൾ കറക്റ്റ് അടർത്തി എടുത്തുകൊണ്ട് തന്നെ പൊളിക്കാൻ പറ്റും. ഇതൊക്കെ നമുക്ക് ചെറിയ വർക്കാണ്, പ്രശ്നമുള്ള കാര്യമില്ല. പിന്നെ മാത്രമല്ല, ഈ കാണുന്ന ചുമരുമ്മലൊക്കെ ഫുള്ളായിട്ട് സാധാ മെഷീൻ കല്ല്, വെട്ടുകല്ല് എന്ന് പറഞ്ഞാൽ ഇളം കല്ലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇളം കല്ലാകുമ്പം നമുക്ക് എല്ലാ കല്ലൊന്നും കറക്റ്റ് കിട്ടില്ല. അതുകൊണ്ട് കുറേ കല്ലൊക്കെ പൊടിഞ്ഞു പോയിട്ടുണ്ട്. അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല. പിന്നെ നമ്മൾ മെയിൻ ഇങ്ങനെ പൊളിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ കല്ലൊന്നും എടുത്തുകാണ്ട് ഫ്ലോർക്ക് ഇടരുത്. കാരണം ടൈൽസൊക്കെ ഉള്ളതാണ്. അത് മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം നമ്മൾ ആ കാണുന്ന ചുമര് ഫുള്ളായിട്ട് പൊളിച്ച് നമുക്കിത് 2 വാതിലിൻ്റെ ബാത്റൂമിൻ്റെ ഉള്ളിലേക്ക് കടക്കാണ്ടായിരുന്ന വാതിലാണ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ വാതിൽ നമുക്ക് വേറൊരു സ്ഥലത്ത് വെക്കാനുള്ള കേട്ടോ. അപ്പോൾ ഒരു വാതിൽ എടുത്തു കഴിഞ്ഞ് അതുപോലെ നമുക്കിതാ ഈ പാസേജിലുണ്ടായിരുന്ന ഒരു വാതിലും പാട് എടുക്കാണ്ടേ. അതായത് സൈറ്റിൽ ഈ ബാത്റൂം പൊളിച്ച സമയത്ത് 2 വാതിലും ഒരു കേടും കൂടാതെ നമ്മൾ കറക്റ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വർക്ക് എന്താ വെച്ചാൽ ഇപ്പോൾ ഏകദേശം ഈ ചുമര് മൊത്തം പൊളിച്ച് ഇനി നമുക്ക് ഈ കാണുന്ന എൽ ഷേപ്പ്, അതായത് ബാത്റൂമിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു ചുമരിൽ നമുക്ക് ടൈൽസ് കാണാൻ കഴിയും. അതായത് ഈ കാണുന്ന എൽ ഷേപ്പ് ടൈൽസൊക്കെ നമ്മൾ പൊളിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഫുള്ളായിട്ട് പൊളിഞ്ഞു പോയിട്ടുണ്ട്. നമുക്ക് ആ കാണുന്ന ഒരു ചുമരത്തെ കട്ടർ കൊണ്ട് ഫുള്ളായിട്ട് വരട്ടുകൊണ്ടാണ് അത് പൊളിച്ചിട്ടുള്ളത്.
പിന്നെ അതാ പൊടി നല്ല പൊടിൻ്റെ പണിയായതുകൊണ്ട് ചായയൊക്കെ നല്ല പയം കൂട്ടിക്കാണ്ട് ചായയും വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ സൈറ്റിൽ ഇതാ വൈകുന്നേരമായിണേ. അപ്പോൾ നമുക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളൊരു കട്ടർ ഏതായാലും ഇവിടെ വാടകയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ കാണുന്ന ജനവാതിലിൻ്റെ കറക്റ്റ് മാർക്ക്, അതായത് ജനവാതിൽ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ചുമര് കറക്റ്റ് തുറക്കണം. അപ്പോൾ അതിന് നമ്മളിതാ ഒന്ന് കറക്റ്റ് വര എന്ന് മാർക്ക് ചെയ്തിട്ടിട്ട് മെഷീൻ കൊണ്ടേ കൊടുക്കാന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. അപ്പോൾ ഞങ്ങൾ ഫുള്ള് വരട്ട് വെച്ചിട്ടുണ്ട്. ഇതാ നമ്മൾ രണ്ടാമത്തെ ദിവസം കേട്ടോ. ഇതിപ്പോൾ ഇന്നലത്തെ വർക്ക് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ രാവിലെ വന്നിട്ട് നമ്മൾ ആദ്യം ഇതിൻ്റെ വെന്റിലേറ്റർ ഊരുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മൾ വൈകുന്നേരം പോണ സമയത്ത് തന്നെ ആ ജനവാതിലിന് വേണ്ടിയിട്ട് കറക്റ്റായിട്ട് എന്ത് ചെയ്തിന് മാർക്ക് ചെയ്ത് കണ്ട് 1 മീറ്ററും 4 സെൻറ്റി വീതിയും അതേപോലെ 1 മീറ്ററും 45 സെൻറ്റി ഹൈറ്റിലും കറക്റ്റ് വരച്ചുകാണ്ടാണ് നമ്മൾ പോയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ആ വരക്ക് കറക്റ്റ് പഠിച്ച് പൊളിക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ മെഷീൻ ഉപയോഗിച്ച് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, ഇതുപോലെ കറക്റ്റ് ഓരോ കല്ലുകളാക്കിയിട്ട് അടിച്ച് പൊളിക്കാൻ പറ്റും. നമ്മൾ വരച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. 1-2 കല്ലൊക്കെ ചിലപ്പോൾ ഓവറായിട്ട് പൊട്ടിപ്പോകുന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. നമ്മൾ മെഷീൻ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മാർക്കിങ്ങിനനുസരിച്ച് കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റായിട്ട് അടർത്തിയെടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ അടുത്ത പണി എന്താ വെച്ചാൽ പാർട്ടിക്ക് ഈ കാണുന്ന ആ ചുമരുമത്തെ ഫുള്ളായിട്ട് പഴയ തേപ്പ് ഫുള്ള് പൊളിച്ച് ഒഴിവാക്കിയിട്ട് നമുക്ക് പുതിയതായിട്ട് തേക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഒരു തേപ്പ് ആ പഴയ ഉണ്ടായിരുന്ന തേപ്പൊക്കെ ഊലിയൊക്കെ വെച്ചിട്ട് ഫുള്ളായിട്ട് അടർത്തി ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കോമൺ ബാത്റൂമിലേക്ക് കയറിയിട്ടുണ്ടായിരുന്ന വാതിൽ, ആ കോമൺ ബാത്റൂമിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന വാതിൽ എടുത്തിട്ട് നമ്മളിതാ ഈ വീടിൻ്റെ പുറത്തുനിന്ന് ഉള്ളിലേക്ക് അറ്റാച്ച്ഡ് ആക്കിയെടുത്ത ബാത്റൂമിന് ആ വാതിലാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഇതിൻ്റെ ഫസ്റ്റത്തെ വീഡിയോ കാണാത്ത ആൾക്കാർക്ക് നമ്മളിത് അവിടെ ലിങ്ക് കൊടുക്കുക, നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, അതെന്തായാലും കാണണം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഈ വീടിൻ്റെ കോമൺ ബാത്റൂമിൽ ഉണ്ടായതിനെ അതേ ഒരു വാതിൽ 80 സെൻറ്റി ഉള്ള ആ മരത്തിൻ്റെ വാതിൽ തന്നെയാണ് നമ്മളിതാ ഈ വീട്ടിൻ്റെ ഉള്ളിലെ ബാത്റൂമിന് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം തേപ്പൊക്കെ അടർത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഈ കാണുന്ന പൊളിച്ച അട്ടത്തിൻ്റെ മുകളിൽ ഒരു എയർ സർക്കുലേഷൻ, ഒരു വെന്റിലേറ്റർ ഉണ്ട് ഇരുമ്പിൻ്റെ, അതായത് 1 അടി ഹൈറ്റ് 2 അടി നീളം, 1 അടി ഹൈറ്റ് 2 അടി നീളത്തിൽ ആ അട്ടത്തിൻ്റെ മുകളിൽ ഒരു എയർ സർക്കുലേഷനെ പറ്റി വലിയൊരു എയറോൾ കൊടുത്തിന്. അത് നമ്മളിത് അതിൻ്റെ നെറ്റൊക്കെ എടുത്ത് കറക്റ്റ് നിലത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പണി എന്താ വെച്ചാൽ ഇവിടെ ഒരു ജനവാതിൽ വെക്കണം. അതായത് നമ്മൾ ഈ വീടിൻ്റെ പുറത്തേക്ക് വന്ന് നോക്കുകയാണെങ്കിൽ കറക്റ്റ് ഡിവൈഡ് ചെയ്തിട്ട് 3 പീസ് സൺസൈഡ് ഇവിടെ കാണാൻ കഴിയും. അപ്പം ആ സൺസൈഡിൻ്റെ അളവിൽ, അതായത് ആ സൺസൈഡിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ ആദ്യം ഇവിടെ വെന്റിലേറ്റർ ഉണ്ടായിരുന്നു, മരത്തിൻ്റെ വെന്റിലേറ്റർ ഉണ്ടായിരുന്നു. അപ്പം നമുക്കിതാ ഈ 2 കല്ലിൻ്റെ ജനവാതിൽ കറക്റ്റ് ആ പീസ് സൺസൈഡിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ വരണം എന്നാണ് പാർട്ടിൻ്റെ ആവശ്യം. അപ്പോൾ അത് എങ്ങനെ വെക്കണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ അതിൻ്റെ സീലിങ്ങിൽ ഒരു ചോക്കൊണ്ട് മാർക്ക് ചെയ്തിട്ട് കുമ്മായം നിലത്തിട്ടിട്ട് ഇതൊക്കെ ഇതുപോലെ നമ്മൾ ജനവാതിൽ 2 ആൾക്ക് പൊങ്ങൂല. അപ്പോൾ എന്താ ചെയ്യേണ്ടി അറിയാം, നിലത്ത് കല്ലിട്ട് കണ്ടാണ് നമ്മൾ കറക്റ്റ് ജനവാതിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ജനവാതിൽ കറക്റ്റ് ഇപ്പോൾ കയറ്റി വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഈ കോൺക്രീറ്റിൻ്റെ ജനവാതിൽ എന്ന് പറഞ്ഞാൽ നല്ല വെയിറ്റ് ഉണ്ടാവും. അത് 2 ആൾക്കൊന്നും ഇതേപോലെ വീടിൻ്റെ പുറത്തുനിന്ന് ചുമരിലേക്ക് കയറ്റി വെക്കുമ്പോൾ കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കഴിയാത്ത പണിയൊക്കെ ശ്രദ്ധിച്ചിട്ട് ആളെ കൂട്ടിയിട്ട് മാത്രം ചെയ്യുക. പിന്നെ മാത്രമല്ല, ഇത് വീണ് കഴിഞ്ഞാൽ ഈ കോൺക്രീറ്റ് പൊട്ടിപ്പോകും, ഇതിൻ്റെ സൈഡൊക്കെ പൊട്ടും. അതുകൊണ്ട് കോൺക്രീറ്റിൻ്റെ ജനവാതിൽ വെക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഇതുപോലെ ഈ ജനവാതിൽ വെക്കുന്ന സ്ഥലത്ത് ഈ സൺസൈഡിൻ്റെ അടിയിൽ ചെറിയ സെൻറ്ററിൽ കറക്റ്റ് ഒരു വെന്റിലേറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പാർട്ടിക്ക് കറക്റ്റ് ഈ പീസ് സൺസൈഡിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ വരണം എന്നുള്ളൊരു ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ കറക്റ്റ് സെൻറ്റർ ആക്കിയിട്ട് തന്നെയാണ് കറക്റ്റ് അത് വെക്കുന്നത്. പിന്നെ മാത്രമല്ല, ജനവാതിലിൻ്റെ ടോപ്പ് ലിൻഡലിനോട് കറക്റ്റ് മുട്ടിച്ചിട്ട് അടിയിൽ പലകൻ്റെ പീസൊക്കെ വെച്ച് ടൈറ്റ് ആക്കിയിട്ട് തൂക്കൊണ്ടോടൊക്കെ തൂക്കി സെറ്റാക്കുക. പിന്നെ വാണ്ടി എന്താ വെച്ചാൽ നമ്മൾ ഒരു ചുമരിൻ്റെ ഇടയിൽ പൊളിച്ചിട്ട് ഇതുപോലെ വാതിലൊക്കെ വെക്കുന്ന സമയത്ത് ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഉണ്ടാവും. അത് പ്രശ്നമാക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മളിതുപോലെ തേപ്പിൻ്റെ വടിയൊക്കെ വെച്ചിട്ട് ഒന്ന് ചേർത്ത് വെച്ചാൽ മതി. ആ ചോക്കിൻ്റെ വര കണ്ടില്ല സീലിങ്ങിൽ, ആ കറക്റ്റ് 1 മീറ്ററും 24 സെൻറ്റി ഉണ്ട് ആ സൺസൈഡിൻ്റെ നീളം. ആ സൺസൈഡിൻ്റെ സെൻറ്ററിൽ കറക്റ്റ് വരച്ചിട്ട് നമ്മൾ ജനവാതിൽ കയറ്റി വെക്കുന്ന സമയത്ത് റിസ്ക് ഇല്ലാതെ പണി തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിൻ്റെ മുകളിലൊരു വര വരച്ചിട്ടുള്ളത്. അങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, ആ ജനവാതിൽ കയറ്റി വെക്കുന്ന സമയത്ത് കറക്റ്റ് സെൻറ്ററായി എന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മളിതാ ഈ ജനവാതിൽ വെച്ച സമയത്ത് ഒരു സൈഡിൽ കുറച്ച് ഗ്യാപ്പ് കൂടുതലുണ്ടായിരുന്നു. അത് ഈ സൈറ്റിലുണ്ടായിരുന്ന ഒരു പഴയ വാതിൽ പൊളി വെച്ചുകൊണ്ട് ടൈറ്റ് ആക്കിയിട്ട് നമ്മൾ വീടിൻ്റെ ഉള്ളിൽ പോയിക്കാണ്ട് കറക്റ്റ് പിടിപ്പിച്ച് ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്.
പിന്നെ ഈ വീട്ടിലെ ഫസ്റ്റത്തെ വീഡിയോ കാണാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ തുറന്ന് കാണണം കാണാത്തവർ. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ ഫൈനൽ വീഡിയോ, അടുത്ത വീഡിയോ ആണ് ഇതിൻ്റെ മെയിൻ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ. അത് എന്തായാലും കാണണം. അപ്പം ഇതിൻ്റെ അടുത്ത വീഡിയോ ഞങ്ങൾ അത് കാണിക്കും. വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇതുപോലത്തെ റിനോവേഷൻ വർക്കുകൾ, ഒരുപാട് മോഡൽ വർക്കുകൾ ഞങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.